തിരിച്ചു വരുമ്പോ അവിടുത്തെ അവിശ്വാസികളായവർ വളരെ വളരെ ന്യൂനപക്ഷം മാത്രമാണ്, വളരെ ന്യൂനപക്ഷം മാത്രമാണ്. അവരുടെ മുമ്പിലേക്ക് വന്നിട്ട് ഈ 1 ലക്ഷത്തോളം വരുന്ന സൈനിക വിഭാഗം ഒന്ന് ഒച്ചയിട്ടാൽ ആ ഒച്ചയുടെ മുമ്പിൽ പോലും നെഞ്ചുപൊട്ടി തകർന്നു മരിച്ചു വീഴാൻ മാത്രമേ എണ്ണത്തിലുള്ളൂ അന്നത്തെ അവിശ്വാസികളായി മക്കയിലുള്ളവർ. അവരെ മുമ്പിലേക്കാണ് നബിയും ഈ സ്വഹാബത്തും വരുന്നത്. അവിടെ വന്നപ്പോ പരിശുദ്ധമായ കഅബ കണ്ടപ്പോ അല്ലാഹുവിന്റെ മുത്തനബിക്ക് ഒരു മോഹം, ഈ കഅബയുടെ ഉള്ളിലൊന്ന് കയറണം. ഉടനെ നബിത്തങ്ങൾ ചോദിച്ചു, ഈ പരിശുദ്ധ കഅബയുടെ വാതിലിന്റെ താക്കോലാര കയ്യില്? അപ്പൊ പറഞ്ഞു കൊടുത്തു, ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കയ്യിലാണ്, ശൈബയുടെ കയ്യിലാണ്. രണ്ടുപേരും അവിശ്വാസികളാണ്, അമുസ്ലിമീങ്ങളാണ്. അവര് പേടിച്ചിരിക്കെ പുറത്തിറങ്ങാതെ, കാരണം അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയെ. അതുകൊണ്ട് തന്നെ ആ മുഹമ്മദിന്റെ കയ്യിലെങ്ങാനും പെട്ടാൽ തങ്ങളുടെ ഉടലിൽ നിന്ന് തല